ഗുഡ് മോർണിംഗ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതുപോലെ എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ എന്താണ് വെൽനെസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്തൊക്കെയാണെന്നും അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? അപ്പം ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കുറവാകുന്ന സമയത്ത് നമ്മളെ ബോഡി ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. അതായത് ലാക്ക് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകുന്ന സമയത്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകുന്ന സമയത്താണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളിൽ മെജോറിറ്റി ആൾക്കാരിലും ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതൊക്കെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് ഏതൊക്കെയാണ് ആ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സ്ക്രീനിൽ നോക്കിക്കോളൂ. പല ടൈപ്പ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് ഉണ്ട്. ഓക്കെ, അപ്പം കുറച്ച് ടൈപ്പ് ഓഫ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് നമ്മളെ സ്ക്രീനിൽ വിസിബിളാണ്. ഏതൊക്കെയാണെന്ന് നോക്കിയാട്ടെ. യെസ്, ഒബിസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഓസ്റ്റിയോപോറോസിസ്, കൊറോണറി ഹാർട്ട് ഡിസീസ്, ബാക്ക് പെയിൻ. ഇതൊക്കെയാണ് എന്ത് ടൈപ്സ് ഓഫ് ഹൈപ്പോകൈനറ്റിക് ഡിസീസസ്. ഇതിൽ പലതും നമ്മൾ കേട്ടിട്ടും നമുക്ക് അറിയുന്നതും ആയിരിക്കും. ചിലതൊക്കെ നമുക്ക് ഉണ്ടായിട്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഡിസീസസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഇതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ഓരോന്നിനും നമുക്ക് ഓരോന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഒബിസിറ്റി അല്ലേ? ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എന്തോ ഒരു ബോഡി വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡിസീസാണെന്ന് നമുക്ക് ഒബ്വിയസ്ലി ആ ഒരു പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓവർ വെയ്റ്റ് ഓഫ് ദ ബോഡി ഡ്യൂ ടു എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇസ് കോൾഡ് ഒബിസിറ്റി. അതായത് നമ്മളെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ എക്സസീവായിട്ടുള്ള അക്യുമുലേഷൻ കാരണം ബോഡി ഫാറ്റ് കൂടും അല്ലേ? അല്ലെങ്കിൽ ബോഡി ഫാറ്റിൻ്റെ ഒരുപാട് ബോഡി ഫാറ്റ് ഉള്ളത് നമ്മളെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി വെയ്റ്റ് കൂടും അല്ലേ? നമ്മളെ ബോഡി വെയ്റ്റ് കൂടുമ്പം ഉണ്ടാവുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ഒബിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മെഡിക്കൽ പ്രൊഫഷണൽസ് ഇതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എക്സസീവ് ബോഡി വെയ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് മസിൽ, ബോൺ, ഫാറ്റ് ആൻഡ് വാട്ടർ. അതായത് എക്സസീവ് ആയിട്ടുള്ള ബോഡി വെയ്റ്റ് ആണ് എന്നാണ് അവരും പറയുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്? മസില്, ബോണ്, ഫാറ്റ്, വാട്ടർ അല്ലേ? ഇത്രയും സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് എന്നാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒബിസിറ്റി ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ആൻ എക്സസ് ബോഡി വെയ്റ്റ് കോസ്ഡ് ഡ്യൂ ടു ഇൻടേക്ക് ഓഫ് എനർജി. എനർജി എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ഫോമിലാവാം. ദാറ്റ് എക്സീഡ്സ് ദ എനർജി സ്പെൻഡ് ഓൺ ഔട്ട്പുട്ട് അല്ലേ, വർക്ക്. ദിസ് എക്സസ് അക്യുമുലേഷൻ ഹാപ്പൻസ് വെൻ കലോറിക് ഇൻടേക്ക് എക്സീഡ്സ് ദ കലോറിക് എക്സ്പെൻഡിച്ചർ. നമ്മൾ സ്വാഭാവികമായിട്ട് ഫുഡ് കഴിക്കും അല്ലേ? അപ്പം നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചു, അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താവുന്നുണ്ട്? നമ്മൾ കൺസ്യൂം ചെയ്ത എനർജി ആ ഒരു വർക്കിൻ്റെ ഫോമിൽ ഔട്ട്പുട്ട് തരുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ വെറും ഫുഡ് മാത്രം കഴിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള വർക്കൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഈ ഫാറ്റ് അല്ലേ, ഈ തരത്തിലുള്ള ഫാറ്റും ആ ഒരു നമ്മൾ കഴിച്ച ഫുഡിനുള്ള എനർജിയെല്ലാം എന്താവും? സ്റ്റോറായി പോകും അല്ലേ? അത് എക്സസ് ആയിട്ട് മാറും. അത്തരത്തിലുണ്ടാകുന്ന സമയത്താണ് ഒബിസിറ്റി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇൻടേക്ക് ചെയ്ത എനർജിയും ഔട്ട് പുട്ടായിട്ട് കൊടുക്കുന്ന വർക്കും ഈ എക്സീഡ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ, അതായത് ആ ഒരു സെയിം ലെവലിലല്ല എന്നുണ്ടെങ്കിൽ, അത് കുറവാണ് നമ്മളെ വർക്ക് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒബിസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഉണ്ടാവും. ക്ലിയർ അല്ലേ? പിന്നെ ഇതിൻ്റെ കോസസ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓവർ ഈറ്റിംഗ് അല്ലേ? നമ്മൾ ഒരുപാട് ഭക്ഷണം വെറുതെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത്, വേണമെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരുപാട് ഭക്ഷണം ഒരേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പിന്നെ ഹൈ ഫാറ്റ് ഉള്ള ഡയറ്റ് നമ്മൾ ഡെയിലി റൂട്ടീനിൽ ഫോളോ ചെയ്യുമ്പം, ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഫുഡ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, ഫുഡ് കഴിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ നോക്കണം. പിന്നെ സെഡൻറ്ററി ഹാബിറ്റ്സ്, അതുപോലെ തന്നെ ആൽക്കഹോൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ്. പിന്നെ ഇനി നമുക്ക് എന്ത് നോക്കണം? ഇതിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റും നമുക്ക് നോക്കാം.